أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചത് അള്ളാഹുവിന്റെ വഹദാനിയത്ത് എന്ന് പറയുന്ന സെൽബിയ സിഫത്തിനെ കുറിച്ചാണ്. എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഥവാ അശാഇറത്ത് മാതുരിദിയ്യത്ത് വഹദാനിയത്ത് എന്ന് പറയുന്ന സെൽബിയ സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മറ്റ് ലോകത്തുള്ള വസ്തുക്കളെ പോലെ പല ഘടകങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു ദാത്തല്ല ഉള്ളത്. ലോകത്തുള്ള സർവ്വ വസ്തുക്കൾ എടുത്ത് പരിശോധിച്ചാലും അതെല്ലാം അജ്സായിനാൽ പലതരത്തിലുള്ള ജുസുക്കളാൽ, കണികകളാൽ, തന്മാത്രകളാൽ മിശ്രിതമാണ്. അങ്ങനെയുള്ള ഒരു അജ്സാകൾ അല്ലാഹുവിനില്ല. അജ്സായിനാൽ മുറക്കബായതല്ല, അഥവാ മുത്തസിലായ കമ്മ് അല്ലാഹുവിനിക്കില്ല. അതുപോലെ അല്ലാഹു എന്ന് പറയുന്നത് മുൻഫസിലായ കമ്മിനെ കൊണ്ടും നിർമ്മിക്കപ്പെട്ടവനല്ല. എന്നുവെച്ചാൽ മുൻഫസിലായ കമ്മും അല്ലാഹുവിനിക്ക് മുസ്തഹിലാണ്. മുൻഫസിലായ കമ്മ് എന്ന് പറഞ്ഞാൽ മുഷാബിഹ്, ശരീക്ക്. അല്ലാഹു എന്ന് പറയുന്നത് ഒരുപാട് ഇലാഹുകൾ, ഒരുപാട് ദൈവങ്ങൾ കൂടിച്ചേർന്ന ഒരു ശരീക്ക ഒരു കമ്പനിയല്ല. ഒരുപാട് അഫ്രാദുകൾ കൂടിച്ചേർന്നായിരിക്കുന്ന ഒന്നല്ല അല്ലാഹു എന്ന് പറയുന്നത്. അവന്റെ ദാത്തിൽ അവനോട് തുല്യമായ മുഷാബിഹായതോ ശരീക്കായതോ, അവന്റെ അഫ്ആലുകളിൽ മുഷാബിഹോ ശരീക്കോ, അവന്റെ സിഫാത്തുകളിൽ മുഷാബിഹോ ശരീക്കോ ഒന്നും ഇല്ല. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. എന്നുവെച്ചാൽ അള്ളാഹുവിന് പരിശുദ്ധമായ ദാത്തില് മുത്തസിലായ കമ്മുമില്ല, മുൻഫസിലായ കമ്മുമില്ല. ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഒന്നിലും തന്നെ കുമൂമുകളെ സെൽബ് ചെയ്യുന്നതായ ഒരു സിഫത്താണ് വഹദാനിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വഹദാനിയത്തായിരുന്നോ പ്രവാചകന്മാര് നിർവഹിച്ചിരുന്നത്? അതെ, അള്ളാഹുവിന്റെ അഫ്ആലുകളിലും അവന്റെ ദാത്ത് പോലെയുള്ള ഒരു ദാത്തില്ല, അവന്റെ ഗുണങ്ങളെ പോലെയുള്ള ഗുണങ്ങളിൽ ഉള്ളവനില്ല, അവന്റെ പ്രവർത്തനങ്ങളെ പോലെ പ്രവർത്തനങ്ങൾ ഉള്ളവരില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവര് ആരാധിച്ചിരുന്ന അള്ളാഹുവേതര ദൈവങ്ങളെ മുഴുവനും, വ്യാജ ദൈവങ്ങളെ മുഴുവനും അതിനെ തള്ളിക്കളയാനാണ് പ്രവാചകന്മാര് തന്റെ ജനതയോട് ഉപദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ദാത്തിൽ അവനെ പുനോട് തുല്യമായിരുത്തനില്ല എന്ന് പറയുമ്പോൾ വേറൊരു രണ്ട് ദൈവങ്ങൾ ഇല്ല. അതുപോലെ ദൈവത്തിന്റെ രണ്ട് ദൈവങ്ങൾ വേണ്ട, രണ്ട് ദൈവങ്ങൾ വേറിട്ട, പക്ഷേ ദൈവത്തിനെ പോലെ പല കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കുന്ന ദൈവങ്ങൾ ഉണ്ടായിക്കൂടെ? ദൈവങ്ങളല്ലാത്തതിൽ അതിന് നിഷേധിച്ചു. അള്ളാഹുവിന്റെ അഫ്ആലുകളിൽ അവനോട് മുഷാബിഹില്ല, ശരീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ അവന്റെ സിഫത്തുകളിലും മുഷാബിഹില്ല, ശരീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇലാഹിയത്തിൽ, ഇത് മറ്റൊരു ഭാഷയെ പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എന്തില്ല? ശരീക്കില്ല എന്നുള്ള വിശ്വാസം. ബഹുമാനപ്പെട്ട അല്ലാമ തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ശർഹുൽ മഖാസിദിലും ശർഹുൽ അഖായിദിലൊക്കെ പറഞ്ഞതുപോലെ ഹഖീഖത്തു തൗഹീദ് ഇത്തിഖാദു ആദമി ശരീക്കി ഫിൽ ഇലാഹിയത്തി വ ഖവാസിഹ. ഇത് തന്നെ ശരീക്കില്ല എന്നുള്ള വിശ്വാസം ഫിൽ ഇലാഹിയത്തി, ഇലാഹിയത്തിലും വ ഖവാസിഹ, അതിന്റെ പ്രത്യേകതകളിലും. ഇലാഹിയത്ത് എന്ന് വെച്ചാൽ ആരാധനക്കർഹതയിലും അതിന്റെ പ്രത്യേകതയിലും ശരീക്കില്ല എന്ന് വിശ്വസിക്കുക. ആരാധനക്കർഹതയിലും അതിന്റെ ഖവാസ് എന്ന് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ എന്ത് ഗുണങ്ങളാണ് ആരാധനക്കർഹനാക്കിയത്, അതാണ് അതിന്റെ ഖവാസ്. അള്ളാഹുവിനെ നമ്മളൊക്കെ ആരാധിക്കുന്നുണ്ടല്ലോ, എന്തിന്റെ പേരിലാണ്? അവൻ ചില ഗുണങ്ങളുള്ളവനാണ് എന്ന് നാം വിശ്വസിക്കുന്നതിന്റെ പേരിലാണ് അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്നത്. എന്തൊക്കെയാണ് ആ ഗുണങ്ങൾ? അതവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെ സൃഷ്ടിക്കുക,
ലോകത്തെ സൃഷ്ടിക്കാനാൽ എല്ലാ ചരാചരങ്ങളുടെയും സൃഷ്ടിപ്പ് അള്ളാഹുവാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള അടിസ്ഥാനത്തിൽ. അതുപോലെ തന്നെ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ട് നിയന്ത്രണം വേറെ വാക്ക് വിട്ടുകൊടുത്തതല്ല, അതിനെ തദ്ബീർ ചെയ്യുക, ആരാധനക്കർഹത, അതുപോലെ അവന് നിലകൊള്ളുന്നതായ മുഴുവൻ കാര്യങ്ങളും അതിനിക്ക് അനാദിത്വമുണ്ട് എന്ന് വിശ്വസിക്കുക, അവനിക്ക് സ്വയം പര്യാപ്തതയുണ്ടെന്ന് വിശ്വസിക്കുക, അങ്ങനെ മുത്തലഖ് തുടങ്ങിയതൊക്കെയാണ് ഈ ഇലാഹിയത്തിന്റെ ഹവാസ്. അപ്പോ ഇലാഹിയത്തിലും അതിന്റെ ഹവാസിലും ശരീക്കില്ല എന്ന് വിശ്വസിക്കലാണ് യഥാർത്ഥത്തിൽ തൗഹീദിന്റെ ഹഖീഖത്ത്. ഇത് നമ്മളെ അഖീദന്റെ കിതാബിലൊക്കെ പറഞ്ഞതാണ്. മറ്റു രീതി പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, അവനിക്കെന്തില്ല, അവന്റെ ദാത്തില് സിഫാത്ത് അഫ്ആലില് എന്തില്ല, അവനിക്ക് ശരീക്കില്ല എന്ന് വിശ്വസിക്കുക എന്നുള്ളത് തന്നെ. അപ്പൊ ഇതിലെല്ലാം ഉൾക്കൊണ്ട് ഇതിലൊന്നും പുറത്തു പോകുന്നില്ല. ഇത് വെറും റുബൂബിയത്തിന്റെ തൗഹീദ് മാത്രമല്ല, എല്ലാം ഉൾക്കൊണ്ട് ആരാധനക്കർഹതയിലും അതിന്റെ ഖവാസുകളിലും. ശരീക്കില്ല എന്ന് വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ആരാധന പുറത്തു പോകുന്നുണ്ടോ? ആരാധനക്ക് അർഹത അള്ളാഹുവിന് മാത്രമാണെന്ന് വിശ്വസിക്കുക എന്നുള്ളതിനല്ലേ തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ കണ്ട് ഇലാഹില്ല എന്ന് നീ അറിയണം, തെളിവ് സഹിതം അറിഞ്ഞ് ഉറപ്പിച്ച് വിശ്വസിക്കണം. ഇതല്ലേ അതിനർത്ഥം. അതിനർത്ഥം എന്താ? അപ്പോ അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് വെച്ചാൽ ആരാധനക്കർഹതയുണ്ടാകുവാൻ ആവശ്യമായ ഗുണങ്ങളെ കൊണ്ട് സവിശേഷമാക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട ഒരു സത്തയില്ല ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ. ഹക്കായ നിലക്ക് ആരാധിക്കപ്പെടാൻ അർഹതയുള്ള ഗുണങ്ങളെ കൊണ്ട് വിശേഷിക്കപ്പെടുകയില്ല ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ. വിശേഷിക്കപ്പെട്ടവനില്ല അള്ളാഹു അല്ലാതെ എന്നുള്ള. അപ്പോ ഇബാദത്തും ഹൽക്കും തദ്ബീറും ഗിനയും എല്ലാം അതിൽ ഉൾക്കൊണ്ടു ആ തൗഹീദിൽ. അതായത് നമ്മുടെ തൗഹീദ് അശ്അരിയത്തിന്റെ തൗഹീദ് ഷാമിലാണ്. ഇതിനൊരു എല്ലാറ്റിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒന്നതിലുണ്ട്, അതിലൊന്നും പുറത്തു പോയിട്ടില്ല. എന്നാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ ചില വഹാബിയത്ത്, ചില സലഫികൾ എന്ത് പറയുന്നത്, അശ്അരിയാക്കൾക്ക് മാത്തുരിദിയാക്കൾക്ക് ഏറ്റവും പിയച്ചത് വഹദാനിയത്തിനെ തഖ്രീർ ചെയ്യുന്നിടത്താണ്. അത് തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ട് എന്താ അവർ പറയുന്നത്? അവര് ആദ്യമായിട്ട് ചെയ്തു തന്നെ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും വേർപിരിക്കുക എന്നുള്ളതായ അബദ്ധമാണ്. അതായത് തൗഹീദിനെ 3 വകുപ്പാക്കി തിരിച്ചു. എങ്ങനെ? തൗഹീദുൽ ഉലൂഹിയത്ത് ഒന്ന്, തൗഹീദുർ റുബൂബിയത്ത് മറ്റൊന്ന്, തൗഹീദുൽ അസ്മായി വസിഫാത്ത് മറ്റൊന്ന്. ഇത് മൂന്ന് രീതിയിലുള്ള തൗഹീദാണ്. എന്താ തൗഹീദുൽ ഉലൂഹിയത്ത്? തൗഹീദുൽ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ ഖൽഖ്, എല്ലാറ്റിന്റെയും ഖാലിഖ് അല്ലാഹു ആണെന്ന്, തദ്ബീറും മുദബ്ബിറും അല്ലാഹു ആണെന്ന് വിശ്വസിക്കുക. ഖാലിഖും മുദബ്ബിറും അല്ലാഹു ആണെന്ന് വിശ്വസിക്കുക. അതിൽ ഒതുങ്ങി അവരുടെ റുബൂബിയത്ത് തൗഹീദ്. അപ്പോൾ ഒരാൾ തൗഹീദ് റുബൂബിയത്ത് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനും സൃഷ്ടാവും മുദബ്ബിറും റാസിഖുമെല്ലാം അല്ലാഹു ആണെന്ന് വിശ്വസിക്കുക എന്നുള്ളതാണ്. എന്നാൽ തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് വെച്ചാൽ അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹതപ്പെട്ടവൻ എന്ന് വിശ്വസിക്കുക. അത് നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടത്, നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ തൗഹീദുൽ ഫീലിയ എന്ന് പറയും, തൗഹീദുൽ അമലിയ എന്നും കൂടി പറയല്ല അവരിതിന്. ആദ്യത്തെ തൗഹീദുൽ ഇൽമിയ, തൗഹീദുൽ ഇത്തിഖാദിയ എന്നുവെച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ എന്ത് വിശ്വസിക്കുക, അവൻ ഖാലിഖും റാസിഖും മുദബ്ബിറുമാണെന്ന് വിശ്വസിക്കുക എന്നുള്ളത് തൗഹീദ് റുബൂബിയത്ത്, അവരെ ഇസ്തിലാഹാണ് പറയുന്നത്. അപ്പോ തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാലോ ആ അള്ളാഹുവിനിക്ക് മാത്രമാണ് ഇങ്ങനെ ഖാലിഖും റാസിഖും മുദബ്ബിറുമായ അള്ളാഹുവിനിക്ക് മാത്രമാണ് ആരാധന നൽകേണ്ടതെന്ന് വിശ്വസിക്കുക. അവനെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുക. ഇതിനിക്ക് തൗഹീദുൽ ഉലൂഹിയത്ത് എന്നവർ പറയും. തൗഹീദുൽ അസ്മായി വ സിഫാത്ത് എന്ന് മൂന്നാമതൊരു തൗഹീദ്. എന്താണ് ആ തൗഹീദ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകനും അള്ളാഹുവിനിക്ക് എന്ത് സ്ഥിരപ്പെടുത്തിയോ അത് നമ്മൾ സ്ഥിരപ്പെടുത്തുക. അള്ളാഹു തആലയും അവന്റെ റസൂലും അള്ളാഹുവിനെ തൊട്ട് എന്തെല്ലാം നഫീ ചെയ്തോ അതൊക്കെ നമ്മൾ നഫീ ചെയ്യുക. ഇതിനിക്കാണ് അവർ തൗഹീദുൽ അസ്മായി വ സിഫാത്ത് എന്ന് പറയുന്നത്. അപ്പോ അള്ളാഹു അവനിക്ക് സ്ഥിരപ്പെടുത്തിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരപ്പെടുത്തുക. അവനിക്ക് ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല എന്ന് വിശ്വസിക്കുക.
ഇത് പുറമേക്ക് നല്ലൊരു ആശയമായിട്ട് ചിലർക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ ഇതിലുള്ള അബദ്ധങ്ങൾ ഒരുപാടുണ്ട്. വളരെ അപകടം പിടിച്ച ചില വസ്തുതകളാണ് ഇതിലൂടെ അവർ ജനങ്ങളെ എന്ത് ചെയ്തിരുന്നത്, ജനങ്ങളുടെ വിശ്വാസത്തിലേക്ക് കടത്തി കയറ്റുന്നത്. എന്തെന്ന് വെച്ചാൽ, ഒന്നാമതായിട്ട് അവർ എന്ത് ചെയ്തു, ഞാനിപ്പോൾ ഈ വിഷയം ചുരുക്കത്തിൽ നിഷേധിച്ച വലിയൊരു ഒച്ചപ്പാടുള്ള ഒരു വിഷയമാണിത്. 7 മൗലവിമാരും പ്രസംഗത്തിന് തുടക്കം, അതുപോലെ അവരുടെ ഗ്രന്ഥത്തിലൊക്കെ തുടക്കത്തിൽ തന്നെ ഇതിനൊക്കെ വിശദീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളെ തന്നെ തട്ടുകളാക്കിയിട്ടാണ് അവർ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ടൊന്ന് പ്രത്യേകമായിട്ട് ഒന്നുകൂടി വിശദീകരിക്കുക എന്ന് മാത്രം. ആദ്യമായിട്ട് ഈ തൗഹീദിനിക്കുള്ള ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിമും മുന്നോട്ട് വെച്ചതായ തൗഹീദ്, ഈ തൗഹീദിനിക്കുള്ള അപകടം ഒന്നാമതായിട്ട് അവരെന്ത് ചെയ്തു എന്നുള്ളതാണ്. അവർ റുബൂബിയത്തിനെയും ഉലൂഹിയത്തിനെയും വേർതിരിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. അത് തമ്മിൽ മുത്തലാസിമേനല്ല, പരസ്പര പൂരകങ്ങളല്ല, ഒന്ന് മറ്റൊന്നിനെ തൊട്ടുകൊണ്ട് ഇൻഫിസാലാകും, അത് വേറിട്ട് നിൽക്കും, മുൻഫസിലായി കിടക്കുന്ന ഒന്നാണ് എന്ന് അവർ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്. എന്ന് വെച്ചാൽ അത് തമ്മിൽ തലാസുമില്ല, അത് ശരിയല്ലല്ലോ. തലാസുമില്ല എന്നുള്ളത് ശരിയല്ല. റുബൂബിയത്തിനിക്ക് ലാസിമാണ് ഉലൂഹിയത്ത് അല്ലെ ഇലാഹിയത്ത്. റുബൂബിയത്തിനിക്ക് ലാസിമാണ് ഇലാഹിയത്ത്. ആര് ഒരാളെ കുറിച്ച് റബ്ബാണെന്ന് വിശ്വസിക്കുന്നോ അവനെക്കുറിച്ച് ഇലാഹാണെന്ന് വിശ്വസിക്കും. ഇലാഹാണെന്ന് ആരെക്കുറിച്ച് വിശ്വസിക്കുന്നോ അവനെക്കുറിച്ച് റബ്ബാണെന്ന് വിശ്വസിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലാസിമാണ്. എന്താ ഭാഷാപരമായിട്ടും പരിശുദ്ധ ഖുർആൻ എടുത്താൽ നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും റബ്ബ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അഅ്ബുദു റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. അവിടെ നിങ്ങൾ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, അവൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഇലാഹ് എന്നല്ല പറയേണ്ടത്. അവിടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക. അതവസരത്തിൽ ഈ റബ്ബ് എന്നുള്ള സ്ഥാനത്ത് എന്ത് ഉപയോഗിച്ചിട്ടുണ്ട്? ഇലാഹു ഉപയോഗിച്ചിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ ഈ റബ്ബ് എന്ന് പറഞ്ഞാൽ അതിന് അനിവാര്യമായിരിക്കുന്ന മറ്റൊരു വിശേഷണമാണ് ഇലാഹാവുക എന്നുള്ളത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ അതിനിക്ക് അനിവാര്യമായ ഒരു സിഫത്താണ് എന്തെന്ന് പറഞ്ഞാൽ റബ്ബാവുക എന്നുള്ളത്. അപ്പൊ ഒന്ന് പറഞ്ഞാൽ മതി, ഒന്ന് പറഞ്ഞാൽ തന്നെ മറ്റത് വരും. പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ പറ്റും, പല സ്ഥലങ്ങളിൽ അല്ലാഹു തആലാനെ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. എന്ത്? ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പുമായും കൊണ്ട് ബന്ധപ്പെട്ട് ലൗ കാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹ് ലഫസദതാ. കണ്ടോ, അല്ലാഹു അല്ലാത്ത ഇലാഹുകൾ ഉണ്ടെങ്കിൽ അത് ഫാസിദാകും. ഇലാഹുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ഫാസിദാകുക? ഇലാഹ് എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടുന്നവരുണ്ടായിച്ചിട്ട് അത് ഫാസിദാവുമോ? ഇലാഹുകൾ എന്ന് വെച്ചാൽ ഇവിടെ റബ്ബിന്റെ അർത്ഥത്തിനാണ് കൊടുത്തിരിക്കുന്നത്. കാരണം എന്താണ് ഇവിടെ പിന്നെ സ്ഥാപിക്കുന്നത്? പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാനും സാധ്യമായ ഹൽക്ക് ചെയ്യാൻ കഴിവുള്ളതായിരിക്കുന്ന 2 ഇലാഹുകളല്ലേ? അതാണല്ലോ ഇവിടെ ഇലാഹിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ റബ്ബിന്റെ അവരുടെ ഭാഷ റബ്ബിന്റെ അർത്ഥത്തിന് ഇവിടെ ഇലാഹ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞാ അങ്ങനെ പിന്നെ പറയാൻ കാരണം ഇലാഹ് എന്ന് റബ്ബിന്റെ സ്ഥാനത്ത് റബ്ബ് എന്ന് ഇലാഹിന്റെ സ്ഥാനത്ത് പറയാൻ കാരണം ഒന്ന് പറഞ്ഞാൽ തന്നെ മറ്റത് ഇവിടെ വരുന്നുള്ള. രണ്ടും ഒരു സ്ഥലത്ത് പറയുന്നിടത്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ്. ഒന്ന് പറയുന്നിടത്ത് 2 അർത്ഥമുണ്ട്. അതേവസ്ഥ 2 പറയുന്നിടത്ത് അതിന്റെ 2ന് കുറഞ്ഞൊരു വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണ്? മഫ്ഹൂമിൽ വ്യത്യാസമുണ്ട്. റുബൂബിയത്തിന്റെ മഫ്ഹൂമിലും അതുപോലെ തന്നെ ഉലൂഹിയത്തിന്റെ ഇലാഹിയത്തിന്റെ മഫ്ഹൂമിലും വ്യത്യാസമുണ്ട്, കുറഞ്ഞൊരു വ്യത്യാസമുണ്ട്. പക്ഷെ ഒന്ന് മറ്റൊന്നിന് അനിവാര്യമാണ്. അപ്പൊ 2 ഒന്നിച്ചു പറയുന്നിടത്ത് ആ 2 വ്യത്യസ്തമായ 2 മഫ്ഹൂമാണ്. ഒന്ന് പറയുന്നിടത്ത് മറ്റതും കൂടി ഉദ്ദേശമുണ്ട് എന്ന് നമ്മൾ പറയും. മിസ്കീൻ എന്ന് പറഞ്ഞാൽ അതിൽ ഫക്കീർ പെടും. ഖുർആനിൽ മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാക്കീൻ, അവിടെ 2 പറഞ്ഞുകൊണ്ട് ഫക്കീറിന് അർത്ഥം മിസ്കീന്റെ അർത്ഥം. ചിലടത്ത് മിസ്കീൻ എന്ന് മാത്രം പറയും. അവിടെ എന്തർത്ഥം കൂടിയുണ്ട്? ഫുഖറായിന്റെ അർത്ഥം കൂടിയുണ്ട്. 2 കൂടി ജമ്മ് ചെയ്യുന്ന ഒരർത്ഥമാണുള്ളത്. ഏതായിരുന്നാലും അപ്പോ അവരെന്ത് ചെയ്തു? ആദ്യമായിട്ട് അവർക്ക് പറ്റിയ അബദ്ധം എന്തെന്ന് വെച്ചാൽ
ഈ റുബൂബിയത്തിനെ ഏതെന്ന് വേർപെടുത്തി കളഞ്ഞു, ഉലൂഹിയത്തെന്ന് വേർപെടുത്തി. അതായത് ചില ആളുകൾക്ക് റബ്ബാണെന്ന് വിശ്വസിച്ചാലും ഇലാഹാണെന്നുള്ള വിശ്വാസം വരൂല, അല്ലെങ്കിൽ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും റബ്ബാണെന്ന് വിശ്വസിക്കൽ വരൂല എന്നവർ ധരിച്ചു കളഞ്ഞു. അങ്ങനെയാണ് അവർ ഏത് ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത്? മക്കത്തെ മുശ്രിക്കുകളൊക്കെ തൗഹീദ് റുബൂബിയത്തിൽ വിശ്വാസമുള്ളവരായിരുന്നു. അവരൊക്കെല്ലാം അള്ളാഹു ആണ് ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ എന്ന് വിശ്വാസമുള്ളവരായിരുന്നു. പക്ഷെ അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനെന്ന് അവർ വിശ്വസിച്ചിട്ടില്ല. അതല്ല, അത് ശരിയല്ല. അവരെന്ത് വിശ്വസിച്ചിട്ടുണ്ട്? അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവെന്നവർ വിശ്വസിച്ചിട്ടില്ല. അള്ളാഹു അല്ലാത്തവരും ആരാധിക്കപ്പെടാൻ അർഹതയുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നു. അതെന്തിന്റെ അനിവാര്യ ഫലമായിട്ടുണ്ടായതാണ്? അള്ളാഹു അല്ലാത്തവർക്ക് റുബൂബിയത്ത് ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നിന്ന് വന്നതാണത്. അതല്ലാതെ അള്ളാഹു മാത്രമാണ് റബ്ബ് എന്ന് വിശ്വസിക്കുകയും മറ്റുള്ളവർക്കൊക്കെ ആരാധനക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്, യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാണ്. അവരുടെ ചരിത്രവും പരിശുദ്ധ ഖുർആനിലെ മറ്റ് ആയത്തുകളും എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ കാര്യം നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ മക്കത്തെ മുശ്രിക്കുകൾ അള്ളാഹു മാത്രമാണ് എല്ലാറ്റിന്റെയും ഖാലിഖ്, റാസിഖ്, മുദബ്ബിർ എന്ന് വിശ്വസിച്ചിട്ടും അള്ളാഹു അല്ലാത്തവർക്കും അവർ ആരാധനക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിച്ചു എന്ന വാദം ശരിയല്ല. അവർ അള്ളാഹുവിനെ കൂടാതെ എന്തെല്ലാമോ അവർ ആരാധിച്ചിട്ടുണ്ടോ ആ ആരാധിച്ച വസ്തുക്കൾക്കൊക്കെ തന്നെ അവർ റുബൂബിയത്തും കൽപ്പിച്ചിരുന്നു. റബ്ബുൻ വാഹിദും അൽഫ റബ്ബിൻ അദീനു ഇദാ തഖസ്സമത്തിൽ ഉമൂറു എന്ന് ആര് പറഞ്ഞു? അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അംർ ഇബ്നു നുഫൈൽ ആണെന്റെ ഓർമ്മ പറഞ്ഞതായിട്ട് നമുക്കറിയാം. അപ്പോ റബ്ബുകള് ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് ഇലാഹുകൾ ഒരുപാടുണ്ടായത്. ലാത്തക്കും, മുസ്സക്കും, മനാത്തക്കും, അതുപോലെയുള്ള ദൽഖലഫക്കും, ഹുബുലിനും തുടങ്ങിയ എല്ലാ വിഗ്രഹങ്ങൾക്കും അവർ എന്ത് കൽപ്പിച്ചിരുന്നു? റുബൂബിയത്ത് കൽപ്പിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് അവർക്ക് ഇലാഹിയത്തും അവർ കൽപ്പിച്ചിരുന്നത്, യാതൊരു സംശയമില്ല. പക്ഷെ ഇവർ വാദിക്കുന്നതല്ല, റബ്ബ് അള്ളാഹു ആണെന്ന് മാത്രമാണ് വിശ്വസിച്ചിരുന്നത്, ഇവകളൊക്കെ ഇലാഹാണെന്ന് മാത്രമാണ് വിശ്വസിച്ചത്. കാരണം എന്തുകൊണ്ട്? റബ്ബാകുന്നിടത്തും ഇവൻ ഇലാഹായിക്കോണമെന്നില്ല എന്നതാണ് അവരുടെ വാദം. അത് ശരിയല്ല. നമ്മളിവിടെ സ്ഥാപിച്ചു എന്താണ്? റബ്ബ് എവിടെയുണ്ടോ അവിടൊക്കെ ഇലാഹുണ്ട്, ഇലാഹ് എവിടെയുണ്ടോ അവിടൊക്കെ റബ്ബുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്, ഹദീസുകളിൽ അങ്ങനെ കാണാം, ലോകത്തിലും അങ്ങനെ തന്നെയാണ്, എല്ലാത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് അവർക്ക് പറ്റിയത് ഇത് രണ്ടിനെ വേർപിരിച്ചു എന്ന് പറയുന്ന ഒരു അബദ്ധമാണ്. രണ്ടാമതായിട്ട് അവർ ഉലൂഹിയത്ത് എന്നുള്ളത് ഇലാഹാവുക എന്നുള്ള അർത്ഥത്തിന് അവർ അർത്ഥം വെച്ച്, അത് ശരിയല്ല. ഉലൂഹിയത്ത് എന്നുള്ളത് ഇബാദത്തിന്റെ അർത്ഥമാണ്. ഉലൂഹിയത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഇബാദത്തിന്റെ അർത്ഥത്തിനാണ്, ഇലാഹാവുക എന്ന അർത്ഥത്തിനല്ല. അത് അവരങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്, അത് തെറ്റാണ്. പിന്നെ മറ്റൊന്ന് വെച്ചാല് അവര് അവരുടെ നമ്മൾ നേരത്തെ പറഞ്ഞതായിരിക്കുന്ന വിഷയം തന്നെ, ഏത് മക്കത്തെ മുശ്രിക്കുകളൊക്കെ തന്നെ തൗഹീദ് റുബൂബിയത്ത് വിശ്വസിക്കുന്നവരായിരുന്നു, ഉലൂഹിയത്തിൽ വിശ്വസിക്കാത്തവരായിരുന്നു എന്നുള്ള അവരുടെ നിഗമനം അത് തെറ്റാണ്. മൂന്നാമതായിട്ടുള്ളത് എന്താണ്? ഈ ഒരു മക്കത്തെ മുശ്രിക്കുകളുടെ വിധി അവർ ആരെ മേൽ ചുമത്തി? ഭൂരിപക്ഷ മുസ്ലിം സമൂഹത്തിന് മേൽ അവർ കെട്ടിവെക്കുകയും ചെയ്ത്. കാരണം ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾക്കും അള്ളാഹു മാത്രമാണ് റബ്ബ്, ഖാലിഖ്, മുദബ്ബിർ, റാസിഖ് എന്നൊക്കെ വിശ്വാസമുണ്ട്. പക്ഷെ അള്ളാഹു അല്ലാത്തവർക്കും അവർ ഇലാഹിയത്ത് വിശ്വസിക്കുന്നുണ്ട്, അള്ളാഹു അല്ലാത്തവർക്കും ആരാധിക്കാം എന്നവർ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് മക്കത്തെ മുശ്രിക്കോട് അതേ സ്വഭാവമാണ് ഇന്നത്തെ ഭൂരിപക്ഷ മുസ്ലിമുകൾക്കുള്ളത് എന്നവർ ആയത്തും ഹദീസും ഓതി സ്ഥിരപ്പെടുത്തുകയാണ്. ഇത് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ്. ഇതുകൊണ്ടാണ് മുസ്ലിം ലോകം എന്തായിപ്പോയത്? പല തട്ടുകളെല്ലായിട്ട് ഇവർ ഭിന്നിച്ച് കുഴപ്പം ഇന്നും ലോകത്ത് നടക്കുന്ന സർവ്വവിധ കുഴപ്പത്തിന്റെ, മുസ്ലിമീങ്ങൾ ഒരു ഭാഗത്തുണ്ടാകുന്ന സർവ്വവിധ കുഴപ്പത്തിന്റെയും അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ തമ്മിൽ തന്നെ ഉണ്ടാവുന്ന കുഴപ്പത്തിന്റെ ഒക്കെ അടിസ്ഥാന കാരണം ഇത്തരത്തിലുള്ളതായ വിശ്വാസാചാരങ്ങൾ വെച്ച് പുലർത്തിയിട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പൊ അവരുടെ തൗഹീദ് റുബൂബിയത്തും ഉലൂഹിയത്തും എന്നുള്ളതായിരിക്കുന്ന ആ വിശ്വാസം എന്തല്ല, ആ നിലപാട് ശരിയല്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ തഖ്സീം ശരിയല്ല. ഇനിയിപ്പോ മൂന്നാമത് അവരെന്ത് ചെയ്തിരിക്കുന്നത്? തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയുന്നതായ ഒരു തൗഹീദാണ്. തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്നവരാണ് ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അള്ളാഹു അവന്റെ ഖുർആനിലും അതുപോലെ സഹിഹ ഹദീസുകളിലും അള്ളാഹു അവനിക്ക് സ്ഥിരപ്പെടുത്തിയത് എന്താണോ
അതിന് യാതൊരു കോട്ടവും മുടക്കും വരുത്താതെ അവർക്ക് അവനക്ക് മാത്രമാണ് എന്ന് വിശ്വസിക്കുക. അള്ളാഹു അവനക്ക് നഫി ചെയ്ത കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നഫി ആയിട്ട് വിശ്വസിക്കുക. ഇതിനവർ തൗഹീദ് അസ്മാഇ വ സിഫാത്ത്, യഥാർത്ഥത്തിൽ അവിടെ തൗഹീദുൽ അസ്മാഇ വ സിഫാത്ത് എന്നല്ല പറയേണ്ടത്. അവര് ആ വാദം അനുസരിച്ചുകൊണ്ട് തന്നെ ഇസ്ബാത്തുൽ അസ്മാഇ വ സിഫാത്ത് എന്നാ പറയേണ്ടത്. അസ്മാ സിഫാത്തുകൾ സ്ഥിരപ്പെടുത്തുക. ഖുർആനിലും ഹദീസിലൊക്കെ അള്ളാഹു തആലക്ക് ഉണ്ട്, അള്ളാഹു തആലക്ക് ചേർത്ത് പറഞ്ഞതിനൊക്കെ ചേർത്തിക്കൊണ്ട് വിശ്വസിക്കുക, നിഷേധിച്ചതൊക്കെ നിഷേധിച്ചുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പോൾ അവിടെ തൗഹീദല്ല, അവിടെ ശരിക്കും അവിടെ ഇസ്ബാത്ത് എന്നാ പറയേണ്ടത്. ഏതായിരുന്നാലും അവർ ഈ പറഞ്ഞതെന്തല്ല, അത് തഹരീർ ചെയ്യപ്പെടേണ്ടതാണ്. ശരിയായ ഒരു തക്സീമല്ല അവർ ചെയ്തിരിക്കുന്നത്. നമ്മളെ പക്ഷം എന്താന്ന് ചോദിച്ചാൽ ഇവർ ഈ പറഞ്ഞത് ആ രൂപത്തിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയൂല. അള്ളാഹു അവനിക്ക് സ്ഥിരപ്പെടുത്തി പറഞ്ഞതൊക്കെ ആ രൂപത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്, ഖുർആൻ ഹദീസിലൊക്കെ അള്ളാഹു അവന്റെ നഫ്സിലേക്ക് ചേർത്ത് പറഞ്ഞതൊക്കെ ആ രൂപത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് നമുക്കൊരിക്കലും സ്വീകാര്യമല്ല. അള്ളാഹു തആല അവനിലേക്ക് യദിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. യദ് അവര് വത്തമൊക്കെ കയ്യെന്ന്. അള്ളാഹു അവനിലേക്ക് വജ്ഹിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനിലേക്ക് ലഹക്കിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനിലേക്ക് നിസിയാനിനെ മർദി എന്നുള്ളതിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനിലേക്ക് ജൂ എന്നുള്ളതിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവനിലേക്ക് മഷി എന്നുള്ളതിനെ നടക്കുക, ഹർവലത്ത് സ്പീഡോടെ പെട്ടെന്ന് ചെല്ലുക, ഒളിരി നടക്കുക തുടങ്ങിയതിനൊക്കെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ വീക്ഷണത്തിൽ അതൊക്കെ അതേപടി വിശ്വസിക്കണം എന്നുള്ളതാണ്. അതേപടി വിശ്വസിക്കുക എന്നുള്ളതാണ് തൗഹീദുൽ അസ്മാഇ വ സിഫാത്തിൽ ഇവർ വിവക്ഷിക്കുന്നത്. അപ്പൊ അത് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. നമ്മൾ വിശ്വസിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ അള്ളാഹു അവനിലേക്ക് ഹഖീഖത്തൻ നിലക്ക് ചേർത്ത് പറഞ്ഞതിനെ ഹഖീഖത്തൻ നിലക്ക് വിശ്വസിക്കുക. അള്ളാഹു അവനിലേക്ക് മജാസൻ നിലക്ക് ചേർത്ത് പറഞ്ഞതിനെ മജാസൻ നിലക്ക് വിശ്വസിക്കുക. അള്ളാഹു അവന്റെ നഫ്സിലേക്ക് ഈ കിനായത്തൻ നിലക്ക് സ്ഥിരപ്പെടുത്തതിനെ കിനായത്തൻ നിലക്ക് വിശ്വസിക്കുക. ഇതാണ് നമ്മുടെ നിലപാട്. അവര് പറയുന്നത് അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞതൊക്കെ അതേ രൂപത്തിൽ ചേർത്ത് പറയാ എന്നുള്ളതാണ്. അത് ശരിയല്ല. കാരണം അള്ളാഹു തആല അവനിലേക്ക് എന്തിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ പറഞ്ഞതുപോലെ മലലി എന്നുള്ളതിനെ മടി എന്നുള്ളത് ചേർത്ത് പറഞ്ഞിട്ട്, അള്ളാഹു അവനിലേക്ക് നിസിയാനി എന്നുള്ളതിന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല ഫനസുല്ലാഹ ഫഅൻസാഹും, അവർ അള്ളാഹിനെ മറന്നു, അള്ളാഹ് അവരെ മറന്നു എന്ന് പറയുന്നുണ്ട്. ഫനസുല്ലാഹ ഫനസിയഹും എന്ന്. അതുപോലെ അള്ളാഹു അവനിലേക്ക് ലഹക്കിനെ ചിരി, രോഗത്തിന് ഞാൻ മരിത്തു ഫലം താഴുതിനി, ഞാൻ രോഗിയായി നീ എന്നെ സന്ദർശിച്ചിട്ടില്ല എന്ന് ഹദീസിൽ വന്നു. അപ്പൊ അള്ളാഹുലേക്ക് എന്ത് ചേർത്ത് പറഞ്ഞു? മറവിനെ ചേർത്ത് പറഞ്ഞു, രോഗത്തിനെ ചേർത്ത് പറഞ്ഞു. അള്ളാഹു തആലക്ക് അവന് വിശപ്പിനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ മഷീനെ ഇങ്ങനത്തുള്ളതൊക്കെ അള്ളാഹു തആല അവനിലേക്ക് അതൊന്നും ഹഖീഖത്തല്ല. അള്ളാഹു അവനിലേക്ക് ഹഖീഖത്ത് എന്നൽക്ക് ചേർത്ത് പറഞ്ഞതിനെ നമ്മൾ ഹഖീഖത്ത് എന്നൽക്ക് വിശ്വസിക്കുന്നു. ഇതൊക്കെ വിശ്വസിക്കുന്നത് എന്താണ്? ഇത് മജാസ് നൽകാണ്, അല്ലെങ്കിൽ ഇതിന്റെ ലാസിമാണ് ഉദ്ദേശിക്കുന്നത്. ഒരു വസ്തു പറഞ്ഞ അതിനെ ലാസിം ഉദ്ദേശിച്ച മജാസായില്ലേ? അപ്പൊ മജാസ് ലഹക്ക് എന്നുള്ളതിന്റെ മജാസ് ലാസിം അവൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു തആലക്ക് ഹുബ്, അവനിലേക്ക് സുഹ്ത്ത്, അവനിലേക്ക് ഗളബ്, അവന്റെ അതുപോലെ റഹ്മത്ത് തുടങ്ങിയതിലേക്കൊക്കെ തന്നെ അവനെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ലാസിമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം ഹഖീഖത്താകുമ്പോൾ അള്ളാഹു തആലക്ക് വിശപ്പുണ്ട് എന്ന് പറയേണ്ടി വരും, അള്ളാഹു തആലക്ക് രോഗമുണ്ടെന്ന് പറയേണ്ടി വരും, അള്ളാഹു തആല മറന്നു എന്ന് പറയേണ്ടി വരും, അള്ളാഹു തആല അതുപോലെയുള്ളതായിരിക്കുന്ന നടന്നു വരുന്നവനാണ് തുടങ്ങിയതായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ മുഹാലാത് പറയേണ്ടി വരും. അപ്പൊ നമ്മുടെ കായിക അവരുടെ കായിക തമ്മിൽ വേർതിരിയുന്നത് ഇവിടെയാണ്. അള്ളാഹുവിലേക്ക് അവൻ ഹഖീഖത്ത് നൽക്ക് ചേർത്ത് പറഞ്ഞതേ നമ്മൾ ചേർത്ത് പറയുള്ളൂ. മജാസ് നൽക്ക് മജാസായിട്ട് നമ്മൾ ചേർത്ത് പറയുന്നു, മറ്റത് കിനാത്ത്. ഇവര് എല്ലാം ഒരുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള ഇൽഹാദ്, സിഫത്തിലുള്ള ഇൽഹാദിനിക്ക് ഇവരാണ് തുടക്കം കുറിച്ചത്. നമ്മളെക്കുള്ള അവര് ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ അവരിലേക്കാണ് ചൂണ്ടി നിൽക്കുന്നത് എന്ന് നമുക്ക് ഇതിലൂടെയൊക്കെ ബോധ്യമാണ്. അതുകൊണ്ട് ഇവരുടെ ഈ അസ്മാവ് സിഫാത്തും തഖ്സീമും നമുക്ക് സ്വീകാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ അതുപോലെ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്ക് വിശദമായിട്ട് ഇപ്പൊ കടക്കുന്നില്ല. അള്ളാഹുവിനേക്ക് അപ്പൊ ഇവർ ഈ വാദം തന്നെ അവര് മറ്റൊരു സ്ഥലത്ത് പൊളിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അള്ളാഹു തആലാക്ക് അള്ളാഹു അവന്റെ ഖുർആനിലോ സഹീഹ് ഹദീസിലോ പറയാത്തൊരു സിഫത്താണ് ഹദ് എന്നുള്ളത്. അള്ളാഹു തആലാക്ക് ഹദ്
ഹദ് എന്ന് പറയുന്നത്. പക്ഷെ ഇവരെന്താ അള്ളാഹു തആലക്ക് ഹദ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇബ്നു തൈമിയ്യ ഇബ്നു ഖയ്യിം സലഫികളുടെ ബുക്കിലൊക്കെ അത് കാണാം, ഹദ് ഉണ്ട് എന്നുള്ളത്. അള്ളാഹു തആല അർശമേൽ ഇരിക്കുന്നുണ്ടെന്ന്, അള്ളാഹു തആല ജുലൂസ് എന്നുള്ള പദം അള്ളാഹു തആല എവിടെയും പറഞ്ഞിട്ടില്ല, ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ എന്തെല്ലോ ഒക്കെ പല കാര്യങ്ങളും അവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോ അവരുടെ ആ വാദത്തിന്റെ ബാഹ്യം തന്നെ അവര് തന്നെ പൊളിക്കുന്നത് പുറമെ അവരുടെ ആ വാദം തന്നെ ശരിയല്ല, ആ വാദം തെറ്റാണ് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. തൗഹീദുൽ അസ്മാഇ വസിഫാത്തിന്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ അശ്അരിയാക്കളുടെ തൗഹീദിന്റെ തഖ്സീമാണ് വളരെ കൃത്യമായിട്ടുള്ളത്. അതിലെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ അസ്മാഉ സിഫാത്തിന്റെ സ്ഥിരപ്പെടുത്തലുണ്ട്, ആവശ്യമുള്ള രീതിയിൽ, ഹഖീഖത്ത് നൽകണം മറ്റുള്ള രീതിയിൽ, അതൊക്കെ അതിൽ സ്ഥിരപ്പെടുത്തലുണ്ട്. അഫ്ആലിൽ അല്ലാഹു തആലാന്റെ തൗഹീദ് സ്ഥിരപ്പെടുത്തലുണ്ട്. അതുപോലെ തന്നെ അവന്റെ സിഫാത്തിലും തൗഹീദ് സ്ഥിരപ്പെടുത്തലുണ്ട്. നമ്മുടെ തൗഹീദിന്റെ തഖ്സീമിലേക്ക് ഒരു കുഴപ്പമില്ല. അവരുടെ തൗഹീദിന്റെ തഖ്സീം പല പ്രശ്നങ്ങളും ഉണ്ട്, കുഴപ്പമാണ്. മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനും കുഴപ്പത്തിലാക്കാനും മാത്രമേ ഉപകരിച്ചിട്ടുള്ളൂ. അപ്പൊ ചുരുക്കത്തിൽ ഈ വിഷയം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ വേറൊരു കൂട്ടർ തൗഹീദുൽ ഇത്തിബാ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓഹരി ചെയ്തിട്ടുണ്ട്. മറ്റൊരു കൂട്ടർ തൗഹീദുൽ ഹാക്കിമിയത്ത് എന്ന് പറഞ്ഞുകൊണ്ട്, അങ്ങനെ ഇപ്പോൾ 5 എത്തി നിൽക്കുകയാണ് തൗഹീദിന്റെ ഖിസ്മ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഒന്നും ശരിയല്ല. 3ന്റെ ആളുകൾ 4നെ അവർ നിഷേധിക്കുന്നു, 4ന്റെ ആളുകൾ 5നെ നിഷേധിക്കുന്നു. അവരെ പരസ്പരം തമ്മിൽ നിഷേധിക്കുക, നമ്മൾ എല്ലാത്തിനെയും നിഷേധിക്കുന്നു. അത് ശരിയല്ല. പഴയ കാലം മുതലേ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞ ഒന്ന് മാത്രമാണ് ശരിയായ തഖ്സീം, ശരിയായ നിർവചനമെന്ന് നമ്മൾ അടിവരയിടുകയും ചെയ്യുന്നു. അതിന് നമുക്ക് പല വിധത്തിലുള്ള തെളിവുകളും ഉണ്ടാകാനും. പിന്നെ ഇനി നമ്മൾ അള്ളാഹുവിന്റെ സൽബിയായ മറ്റൊരു സിഫത്തിലേക്ക് കടക്കുകയാണ്. അൽ ഖിദം. ഖിദം എന്ന് പറയുന്ന സിഫത്ത് നമ്മൾ അള്ളാഹുവിന് ഖിദമാണ് സ്ഥിരപ്പെടുത്തുന്നത്, വഹാബികൾ ഖദമാണ് സ്ഥിരപ്പെടുത്തുന്നത്. അവർ ഖിദം എന്ന് പറയുന്ന ഒരു സിഫത്ത് അള്ളാഹ്ക്കില്ല. അള്ളാഹിനെ കുറിച്ച് ഖദീം എന്ന് പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഹദീസുകളിൽ പോലും അത് വന്നിട്ടുണ്ട്. ഖദീം എന്ന് അള്ളാഹു തആലാനെ കുറിച്ച് പറഞ്ഞത് ഹദീസുകളിൽ പോലും ഉണ്ട്. ഖദീം എന്നുള്ളതൊക്കെ വഹാബികൾ, നാട്ടിലെ വഹാബികളും പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇവിടുത്തെ വഹാബികളും ആദ്യം പറയുന്നുണ്ട് അള്ളാഹു തആലാനെ കുറിച്ച് ഖദീം എന്ന് പറയാൻ പറ്റൂല. അള്ളാഹിനെ കുറിച്ച് ഖദീം എന്ന് നമ്മുടെ ഇസ്തിലാഹ് പ്രകാരം പറയുന്നതിന് യാതൊരു വിരോധമില്ല. വലാ മശാഹത്ത ഫിൽ ഇസ്തിലാഹി എന്നാണല്ലോ. ഏതായാലും അവരെ മാതിരി നമ്മൾ കദമ, അള്ളാഹു തആലക്ക് പാദമുണ്ട്, രിജിലുണ്ട്, കദമുണ്ട് എന്നുള്ള ആ വാദം നമ്മൾ ഖിദമേ സ്ഥിരപ്പെടുത്തുന്നുള്ളൂ. എന്താണ് ആ ഖിദമിന്റെ അർത്ഥം? മഅനാഹു അദ്മു വുജൂദി അവ്വലിൻ ലഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വുജൂദിനിക്ക് ഒരു അവ്വലില്ല എന്ന് വിശ്വസിക്കുക. അവനിക്ക് ഒരു അവ്വലായ വുജൂദ് ഇല്ല എന്ന് വിശ്വസിക്കുക. അവന്റെ അസ്തിത്വത്തിനൊരു ഒരു തുടക്കമില്ല, അല്ലെങ്കിൽ ലബ്തിദാ ലി വുജൂദിഹി. അതിന് അഥവാ അദ്മു വുജൂദി അവ്വലിൻ, ഒരു ആദ്യത്തെ വുജൂദ് അള്ളാഹുവിനാണ്, പിന്നീടാണ് മറ്റുള്ളവർക്ക് വുജൂദ് എന്നുള്ള രീതിയിലുള്ള ഒരു ആദ്യത്തെ എന്നൊരു സമയക്രമം അള്ളാഹു തആലാന്റെ വുജൂദിന് നിശ്ചയിക്കുക. അതില്ല. അള്ളാഹു തആലാക്ക് സമയമില്ല, സ്ഥലവുമില്ല. അപ്പോ അവന്റെ വുജൂദിനിക്കൊരു ഇബ്തിദാ ഇല്ല, അതാണ് ഖിദം. അവന്റെ വുജൂദിനിക്കൊരു ഇന്തിഹാ ഇല്ല, അതാണ് ബഖാ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് വരും. അതായത് ഈ ഖിദമിലൂടെ നമുക്ക് ഇന്നത്തെ യുക്തിവാദി നിരീശ്വരവാദികളൊക്കെ പറയുന്ന ആരോപണങ്ങൾക്ക് നമുക്ക് സുവ്യക്തമായ രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിക്കും. എന്താണ് അവിടെ സംശയങ്ങൾ? ആരാണ് അള്ളാഹുവിനെ ഹൽക്ക് ചെയ്തത് എന്നുള്ള ഒരു ശൈത്താനിയ വസ്വാസ് അവർ ഇട്ടുകൊടുക്കാറുണ്ട്. എല്ലാറ്റിന്റെയും ഖാലിഖ് അള്ളാഹു ആണെങ്കിൽ അള്ളാഹുവിന്റെ ഖാലിഖ് ആര്? അവരിട്ട് കൊടുക്കാന്നല്ല, നമ്മുടെ സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ നമ്മുടേതായിരിക്കുന്ന ലോകത്തിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ പരിസരത്തിലൂടെ, നമ്മുടെ ചിന്താ മണ്ഡലത്തിലൂടെ നമ്മൾ കറങ്ങുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം. മഹാന്മാരായ സ്വഹാബത്തിന് വരേക്കും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബീന്റെ അടുക്കൽ ഒന്ന് ചില സഹാബികൾ പറഞ്ഞു, നബിയെ, മനസ്സിന് എന്തോ ഒക്കെ ഒരു പ്രയാസം, പുറത്തു പറയാൻ വളരെ ഭയപ്പെടുന്നു, ഞാനത് വിശ്വസിക്കുക എന്നുള്ളത് ആകാശത്തു നിന്ന് ഞാൻ താഴേക്ക് വീഴുന്നതിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അത് വിശ്വസിക്കുന്നതിനേക്കാൾ.
അല്ലെങ്കിൽ ഞാൻ കരിക്കട്ടായി പോവലിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്നെല്ലാം പറഞ്ഞ് സഹാബത്തിന് പോലും ഇത്തരത്തിലുള്ള വസ്വാസുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ വസ്വാസ് വെറും ഒരു നിരീശ്വരവാദി യുക്തിവാദികൾ മാത്രം തൊടുത്തുവിടുന്നതല്ല, മനുഷ്യന്റെ തസവ്വുറാത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകാവുന്നതാണ്. എന്നോടൊരു സന്ദർഭത്തിൽ, ഞാൻ നാട്ടുപാ സന്ദർഭത്തിൽ എൻ്റെ നാട്ടിലെ മദ്രസയിൽ കുട്ടികൾക്ക് വേണ്ടി താൽക്കാലികം ഒന്ന് ക്ലാസ് എടുത്തിരുന്നപ്പോൾ ഒരു കുട്ടി ചോദിച്ചതാ എന്നോട്, ഉസ്താദെ ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, എല്ലാ പടച്ചവനെ ആരാണ് പടച്ചതെന്ന് ചിന്തിക്കാറുണ്ട്. ഒരു കുഞ്ഞാണ്, അവനിക്കിപ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ വസ്വാസിലൊന്നും പൊട്ടിട്ടല്ല, അവനക്ക് തോന്നുന്നതായ ഒരു ചോദ്യം. ഇൻഷാ അല്ലാഹ് അതിന് നമ്മൾ ഇവിടെ മറുപടി പറയുന്നുണ്ട്. ഈ ഖിദമ് എന്നുള്ളതിലൂടെ നമുക്ക് അതിൻ്റെയൊക്കെ മറുപടി കണ്ടെത്താൻ സാധിക്കും. അള്ളാഹുവിൻ്റെ റസൂല് നിർദ്ദേശിതായിരിക്കുന്ന ഒരു മറുപടി നമുക്കിതിലൊക്കെ പറയാൻ സാധിക്കും. എന്താണ് അള്ളാഹുവിൻ്റെ റസൂല് നിർദ്ദേശിച്ചത്? അത്തരത്തിലുള്ള ചിന്ത വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ തേടണം. ആമന്തു ബില്ലാ എന്ന് പറയുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. അള്ളാഹിന്റെ റസൂലിന്റെ നിർദ്ദേശങ്ങളാ. എല്ലാത്തിന്റെയും ഖാലിക്ക് അള്ളാഹ് ആണെങ്കിൽ അള്ളാഹിന്റെ ഖാലിക്ക് ആരാന്നുള്ളത് അത് വസ്വാസം മാത്രമാണ്. ഒരു മനസ്സിന്റെ ഉള്ളിലായിരിക്കുന്ന ഒരു തോന്നലുകൾ മാത്രമാണ്. അതിന് യാഥാർത്ഥ്യമില്ല. അഖിലിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ലത്. അഖിലല്ല വരുന്നത്, അത് ഖയാലിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. അഖിലിൽ നിന്ന് വരുന്ന ചോദ്യമല്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ ഓതിക്കോളി, അള്ളാഹ് നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല, ആമന്തു ബില്ലാ. സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞൊരു അള്ളാഹുണ്ടല്ലോ വിശേഷിപ്പിച്ച, ആ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള സംശയങ്ങളൊന്നും പമ്പ കടക്കും. ഇതാ റസൂൽ പറഞ്ഞതിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കാം. ഖുൽ ഹുവല്ലാഹു അഹദ്, അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് ഓതുക. എന്ന് വെച്ചാൽ ആ അള്ളാഹുവിലാണ് ആമന്തു ബില്ലാ എന്ന് പറയുക. ആ അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. എന്താണ് അതിലെ ആ സൂറത്തുൽ ഇഖ്ലാസിലെ? സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ സൂചിപ്പിച്ചു. സൂറത്തുൽ ഇഖ്ലാസിൽ അള്ളാഹുവിന്റെ സൽബിയ സിഫത്തുകൾ മുഴുവനും വളരെ ശക്തമായ രീതിയിൽ അതിൽ ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇതില്ല, അവന്റെ വഹദാനിയത്ത്. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ പിന്നീട് ഈ ക്ലാസിന്റെ ഈ സൽബിയ സിഫത്തുകൾ അവസാനിക്കുന്ന സന്ദർഭത്തിൽ എങ്ങനെയാണ് സൂറത്തുൽ ഇഖ്ലാസിൽ നിന്ന് സൽബിയ സിഫത്തുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ചെറിയൊരു വിവരണം നൽകുന്നുണ്ട്. അള്ളാഹു അഹദ് എന്നുള്ളത് അള്ളാഹുവിന്റെ വഹദാനിയത്തിലേക്ക്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവന്റെ എല്ലാ തരത്തിലുള്ള വഹദാനിയത്തിലേക്കും അത് സൂചിപ്പിക്കുന്നുണ്ട്. അവന്റെ എല്ലാ തരത്തിലുമുള്ള സൽബിയ സിഫത്തിലേക്കും അത് സൂചന നൽകുന്നുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ആവട്ടെ, അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്? സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, ആമന്തു ബില്ലാ എന്ന് പറയുക, ആ ചിന്തയെന്ന് ഒഴിവാകുക. അപ്പോ ഈ സൂറത്തുൽ ഇഖ്ലാസിൽ ഇതിന്റെ മരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം. അതെന്താ? അള്ളാഹു തആലാന്റെ ഖിദമ് എന്നുള്ളത് അതിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും. വേറെയും പരിശുദ്ധമായ ആയത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു. കണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല അവ്വലാണ്, അവൻ ആഖിറാണ്. അവ്വൽ എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? അവ്വൽ വെച്ചാൽ ആദ്യമുള്ളവനല്ല, ആദ്യമുള്ള അള്ളാഹുവിന്റെ വജൂദിനിക്ക് ഒരു അവ്വലുണ്ട് എന്നുള്ളതല്ല. അതിന്റെ അർത്ഥം അവന്റെ ഉണ്ടാതിനിക്കൊരു തുടക്കമില്ല എന്നാണ് അതിന്റെ അർത്ഥം. വല്ലാഹിറു, അവന്റെ വജൂദിനിക്ക് ഒരു ഒടുക്കവുമില്ല എന്നാണ് അതർത്ഥം. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിനു ഹുവ സമീഉൽ ബസീർ എന്നാണ് തോന്നുന്നുണ്ട് എന്റെ വാക്കി. ഏതായാലാവട്ടെ, അപ്പോ നഖ്ലിയ സിഫത്ത് ഏതാന്ന് ചോദിച്ചു. നഖ്ലിയ ദലീല് നമ്മളിപ്പോ രണ്ട് ദലീലുകൾ പറയും, അഖ്ലിയ ദലീലും നഖ്ലിയ ദലീലും. ഇവിടെ നമ്മൾ അള്ളാഹുവിന്റെ സിഫത്തിനൊക്കെ അഖ്ലിയ ദലീല് എന്ന് വെച്ചാൽ ദലാലത്തുൽ ഇൽത്തിസാമ് കൊണ്ടും അതുപോലെ മറ്റൊരു കാനൂനായ ഖിയാസ് കൊണ്ടും നമ്മൾ ഈ കിതാബിൽ പറയുന്ന വിശ്വാസപരമായ സർവ്വ കാര്യങ്ങളും നമ്മൾ ഈ രീതിയിലൂടെ സ്ഥിരപ്പെടുത്തുക. നമ്മൾ മുമ്പ് പറഞ്ഞായിരിക്കുന്ന മനഹജിലൂടെയാണ് സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിനക്ക് ഖിദമ് എന്ന സിഫത്ത് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? അവന് ഹാദിസാണെന്ന് വരും. ഖിദമ് വെച്ചാൽ അവന്റെ വജൂദിനിക്കൊരു തുടക്കമില്ല എന്നുള്ളതല്ലേ? തുടക്കമില്ല എന്നുള്ളതാണെങ്കിൽ അതിന്റെ അർത്ഥം അവന് എന്നുണ്ടായി എന്നുള്ള ചോദ്യം സ്ഥാനത്താണ് എന്നുള്ളതാണ്. ഇനി ആ സിഫത്ത് അള്ളാഹ്ക്കല്ല എങ്കിൽ അവനെന്തോ അവൻ ഉണ്ടായതിന് തുടക്കമുണ്ട് എന്നാണ് വരിക. തുടക്കമുണ്ടെങ്കിൽ അവൻ ഹാദിസാണെന്ന് വരും. ഹാദിസാർക്ക് ആരെ എന്തായി? മുംകിനാണെന്ന് വന്ന്
അല്ലെ? ഹാദിസ കാര്യം മുംകിനാണ്. മുംകിന് അതിന്റെ രണ്ട് തറഫ്, മുംകിന് എന്ന് വെച്ചാല് തുല്യമായ, അത് ഉണ്ടാവലും ഉണ്ടാവാതിരിക്കലും തുല്യമായിരിക്കുന്ന ഒരു വസ്തു എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു വസ്തു ഉണ്ടാവാൻ ഒരു മുറജ്ജിഹ് വേണം. അപ്പൊ ആ മുറജ്ജിഹ് ആരാണെന്ന് നമ്മൾ കണ്ടു. അപ്പൊ അള്ളാഹു തആല ഉണ്ടാക്കിയത് വേറെ ആളെന്നാണ് പറയേണ്ടി വരും. അപ്പോ നമ്മുടെ സംസാരം മുഴുവൻ എവിടേക്ക് നീക്കും? ആ ഉണ്ടാക്കിയവനെ കുറിച്ച്. അവൻ ആരാണ്? അവന് ഖദീമാണോ അല്ലെങ്കിൽ അവൻ ഹാദിസാണോ? അവന് നിങ്ങൾ ഖദീമാന്ന് പറയുകയാണെങ്കിൽ അവനാണ് അള്ളാഹു. ഈ രണ്ടാമതുള്ളവനല്ല, അള്ളാഹു അല്ല. നിങ്ങൾ പറഞ്ഞാൽ അത് അവനെന്തല്ല, അവനും ഖദീമൊന്നല്ല, അവനുണ്ടാക്കിയ വേറെ ആൾ വേണം എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവനിലേക്ക് നമ്മൾ ചോദിക്കും. ഈ ചോദ്യം അവനിലേക്ക് ചോദിക്കും. അവൻ ഹാദിസാണോ ഖദീമാണോ? ഖദീമാന്ന് പറഞ്ഞാൽ മത്ലൂബ് ഹാസിലായി. ഹാദിസാണെന്ന് പറഞ്ഞാൽ വേറെ എന്ത് ചെയ്യണം? മുഹദിസ് വേണം. ആ മുഹദിസ് എന്ന് പറഞ്ഞാൽ അവന് ഹാദിസാണോ ഖദീമാണോ വീണ്ടും ചോദിക്കും. അങ്ങനെ അങ്ങ് പോയിട്ട് എവിടേക്ക് പോകും? എവിടേക്ക് വരും? തസൽസുലിലേക്ക് എത്തും. അതാ. അപ്പൊ എന്തൊരു വാദവും തസൽസുലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് മുഹാലാണ്. ആ വാദം ശരിയല്ല. ഏതൊരു വാദവും ദൗറിലേക്ക് എത്തിച്ചേരുന്നുണ്ടോ ആ വാദവും ശരിയല്ല. ഏതൊരു വാദവും തർജിഹിം ബിലാ മുറജ്ജിഹിലേക്ക് എത്തുന്നുണ്ടോ ആ വാദവും ശരിയല്ല. ഇത് നമ്മൾ ആദ്യമായി സ്ഥിരപ്പെടുത്തിയ ബദിഹിയാരിക്കുന്ന ഹഖീഖത്തുകൾ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ മൂന്നിലൂടെ നമ്മൾ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീം അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ടതാ ഒന്നിരിക്കൽ ദൗർ വരും, അല്ലെങ്കിൽ തസൽസുൽ വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാത്രവുമല്ല, ദലാലത്ത് ഇൽത്തിസാമ് കൊണ്ട് അല്ലാഹു തആല ഖദീമല്ല എന്ന് വരികയാണ്. ദലാലത്ത് ഇൽത്തിസാമ് കൊണ്ട് ഇലാഹല്ലാത്തൊരവസ്ഥ വരും. അതേതായാലും ശരിയല്ലല്ലോ. ഇലാഹല്ലാത്തൊരവസ്ഥ, ഇലാഹല്ലാത്തൊരവസ്ഥ വരൂല. അതുകൊണ്ട് ദലാലത്ത് ഇൽത്തിസാമിലൂടെ നമ്മൾ എന്തിന് അള്ളാഹുവിന്റെ ഖിദമിനെ നമ്മൾ സ്ഥിരപ്പെടുത്തുകയാണ്. അതിന്റെ ഇതിനെ നമ്മൾ നഫി ചെയ്യുന്നു. ഏതാ നോക്കുക. പിന്നെ വേറൊരു കാര്യം, ഖിദം എന്ന് പറയുന്നത് നമുക്ക് ശറഹുൽ അഖായിദിലൊക്കെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഏതിലാൽ സ്ഥിരപ്പെട്ടത് തന്നെയാണ്. വാജിബുൽ വുജൂദായ അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ അസ്തിത്വം അനിവാര്യമായവൻ എന്ന് പറയുമ്പോൾ അവന്റെ അസ്തിത്വം അവന്റെ ദാത്തിൽ നിന്ന് തന്നെയാണ്. വേറെ ഒന്നും കൊടുക്കുന്നതല്ല. അവനക്ക് അസ്തിത്വം വേറെ ആള് വേറെ വസ്തു കൊടുക്കുന്നതല്ല. അവന്റെ അസ്തിത്വം അവനിൽ തന്നെ സ്വയം ഉണ്ട്. അതിന്റെ മമ്പ് അവന്റെ ദാത്ത് തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഖിദം എന്നുള്ളത് നിർബന്ധമാണ്. അവനക്ക് വാജിബുൽ വുജൂദ് എന്ന് പറഞ്ഞതിനാൽ തന്നെ ഖിദം നിർബന്ധമായി കഴിഞ്ഞു. എന്നാ പിന്നെ എന്തിനാ രണ്ടാമത് ഖിദം എന്ന് പറഞ്ഞത്? അതിന് അഖീദന്റെ വിഷയത്തിൽ ഒന്നിൽ നിന്ന് ലാസിമായി കിട്ടിയാൽ മാത്രം പോരാ. അപ്പോൾ നമ്മൾ വാജിബുൽ വുജൂദ് എന്നുള്ളതിൽ നിന്ന് ലാസിമായിട്ട് അള്ളാഹുവിന്റെ ഖിദം എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. കാരണം വാജിബുൽ വുജൂദ് ആ സാധനം ഒരിക്കലും ഹാദിസാവാൻ പാടില്ല, അവന് ഖദീമാവണം എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടാമത് ഒരു സിഫത്തായിട്ട് ഖിദമിനെ നിങ്ങൾ പറയേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി അഖീദന്റെ ബാബിൽ ഇൽത്തിസാമ് നൽകി കിട്ടിയാൽ പോരാ, അത് ഒന്നുകൂടി തെളിയിച്ചിട്ട് തന്നെ പറയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, വിശ്വസിക്കേണ്ടതുണ്ട്. അതൊക്കെ തന്നെയാണ് നമ്മൾ മാനവീയ സിഫത്തിൽ നമ്മൾ സ്വീകരിക്കുന്നത്. അതുപോലെ അള്ളാഹുവിന് മുസ്തഹില സിഫത്തിലൊക്കെ തന്നെ നമ്മൾ സ്വീകരിക്കുന്നത്. അതാണ് ഈ ഒരു മാനദണ്ഡമാണ്. ഇൽത്തിസാമ് നൽകി കിട്ടിയാൽ പോരാ, അത് ശരിക്കും ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം. അതാണ്. പിന്നെ അപ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ ഖിദം സ്ഥിരപ്പെടുത്തുന്നതിൽ ദൗറിന്റെ ഖിദമിനെ സ്ഥിരപ്പെടുത്തുന്നതിൽ നമ്മൾ എന്ത് സ്വീകരിക്കുന്നുണ്ട്? ഖിദം സ്ഥിരപ്പെടുത്താതിരുന്നാലുണ്ടായിത്തീരുന്ന മുഹാലാത്തുകളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഖിദം സ്ഥിരപ്പെടുത്തണം. ഒന്നാമത് ദൗർ നമ്മൾ എന്ത് ചെയ്യും? സ്ഥിരപ്പെടുത്തും. ഇത് ദൗർ വരുന്നുണ്ട്. ഖിദം സ്ഥിരപ്പെടാഞ്ഞാൽ അള്ളാഹു താലാക്ക് ദൗർ വരുന്നുണ്ട്. എങ്ങനെ? അള്ളാഹു സുബ്ഹാനഹു താലാന്റെ വുജൂദ് നൽകിയത് അവന്റെ സൃഷ്ടികളിൽപ്പെട്ട അവന്റെ അസറിൽപ്പെട്ട ഒരു അസറാണ് അള്ളാഹുവിന് വുജൂദ് നൽകിയത് എന്ന് പറയാം. അള്ളാഹുവിന്റെ ആസാറുകളിൽ നിന്നുള്ള ഒരു അസറാണ് അള്ളാഹുവിനക്ക് വുജൂദ് നൽകിയതെങ്കിൽ എന്തായിത്തീർന്ന്? ഈ ആസാറ് എന്തായിത്തീർന്ന്? അത് മൂജിദുമായി മൂജതുമായി ഒരേ സന്ദർഭത്തിൽ, അത് മൂജിദുമായി മൂജതുമായി അല്ലെങ്കിൽ മുത്തഖദ്ദിമുമായി മുത്താഖിറുമായി ഒരു വസ്തു ഒരേ സമയത്ത് മുത്തഖദ്ദിമും മുത്താഖിറും ആവൂല. കാരണം എന്തുകൊണ്ട്? അള്ളാഹു താലാന്റെ വുജൂദ് ഉണ്ടാവണമെങ്കിൽ ഈ അസർ വേണമെന്ന് പറയുകയാണെങ്കിൽ ഈ അസർ എന്ത് ചെയ്യണം? അള്ളാഹിന്റെ വുജൂദിനേക്കാൾ മുമ്പിലുണ്ടാവണ്ടേ? ഇല്ലത്തെന്താണ്? മാലൂലിനേക്കാൾ മുന്തിരിക്കണം എന്നുള്ളത് ഒരു അലിഖിത നിയമമാണ്.
അപ്പോൾ അള്ളാഹുവിനെ വുജൂദ് കൊടുത്തത് ഈ അസറാണുണ്ടെങ്കിൽ ഈ അസർ ആദ്യം ഉണ്ടാവണം, അസർ ആദ്യം വേണം. അപ്പൊ അസർ മുത്തഖദ്ദിമാണെന്ന് വന്ന്. എന്നാൽ ഈ അസർ എന്ന് പറഞ്ഞാൽ അള്ളാഹു തആല സൃഷ്ടിച്ചതാണ് എന്നുള്ള അസർ, അള്ളാഹുവിന്റെ അസർ എന്ന് അള്ളാഹിന്റെ വുജൂദിനേക്കാൾ മുത്തഅഖിറാണ് എന്നുള്ളതാണ്. അപ്പൊ അസറാണ് അള്ളാഹുവിനിക്ക് വുജൂദ് നൽകിയതെന്ന് പറയുമ്പോൾ എന്ത് പറയുന്ന ഒരു വസ്തു തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ നെഫ്സിന്റെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, തവക്കുഫ് ആകുന്നുണ്ട്. ഒരു വസ്തു തവക്കുഫ് അല നെഫ്സിഹി എന്നാണല്ലോ ദൗറ് എന്ന് പറഞ്ഞാല്. അപ്പൊ അള്ളാഹു ഉണ്ടാവണമെങ്കിൽ ഈ അസർ ഉണ്ടാവണമെന്ന് പറയുന്നത്, അസർ ഉണ്ടാവണമെങ്കിൽ അള്ളാഹു ഉണ്ടാവണം. അലിഫ് പിന്നെ ദൗറ് എന്താണ് മുൻഫസിൽ എന്നുള്ള രീതിയിൽ, ആ രീതിയിലെ ദൗറ് ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആലക്ക് കിദമ് അവന്റെ അസറിൽപ്പെട്ട ഒരു അള്ളാഹുവിന്റെ കിദമ് എന്നുള്ളത് സ്ഥിരപ്പെട്ട കാര്യമാണ്. അവന്റെ വുജൂദ് അവന്റെ അസറിന്റെ നിന്നും ഉണ്ടായതല്ല എന്ന് നമുക്കവിടെ സ്ഥിരപ്പെടുത്താൻ പറ്റും. ഇനി നമ്മൾ മറ്റേ ശിക്ക് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വുജൂദ് നൽകിയത് വേറെ ഏതോ ഒരു വസ്തുവാണ്, മുഅസ്സിറാണ്. വേറെ ഒരു മുഅസ്സിറാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചോദ്യം എവിടേക്ക് നിൽക്കുകയാണ്, അതിലേക്ക് നിൽക്കുക. നമ്മൾ നോക്കുക. വഅന്നഹു ലൗ കാന മസ്ബൂഖൻ ബിൽ അദമി, അള്ളാഹു സുബ്ഹാനഹു വ തആല അദമ് കൊണ്ട് മസ്ബൂഖാണെങ്കിൽ, അള്ളാഹു തആലക്ക് ഇല്ലാത്തൊരവസ്ഥ മുൻകടന്നിട്ടുണ്ടെങ്കിൽ, അള്ളാഹു ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ലക്കാന ലാബുദ്ദ മിൻ മുഅസ്സിറിൻ ഫി ഇജാദി, അപ്പൊ ഇല്ലാത്തൊരവസ്ഥയിൽ നിന്ന് അള്ളാഹു തആല ഉണ്ടാവാൻ ഒരു മുഅസ്സിർ വേണമല്ലോ, അവന്റെ ഈജാദ് ചെയ്യാൻ ഒരു മുഅസ്സിർ ആവശ്യമാണ്. അപ്പൊ മുഹാലുൻ അൻ യകൂന മഅ ദാലിക ഇലാഹൻ, ഇങ്ങനെ അവൻ ഉണ്ടാവാൻ മറ്റൊരു മുഅസ്സിർ ഉണ്ടാവണമെന്നിരിക്കെ ഈ അള്ളാഹു തആല എന്താവല് ഇലാഹാവൽ മുഹാലാണ്. അപ്പൊ അള്ളാഹു ഇലാഹാവൂല വൈന്ദൈദിൻ ഫലാബുദ്ദ യകൂന ഇലാഹു വസാബിഖു അലൈഹി വൽ മൂജിദ് ലഹു. അപ്പോ അള്ളാഹു ഇലാഹ് എന്നുള്ളത് ആരാവണം? അള്ളാഹു തആലാന്റെ ഈജാദ് അള്ളാഹുവിന് ഉണ്ടാക്കുന്നതിൽ സ്വാധീനം ചെലുത്തിയതായിരിക്കുന്ന ആ ശക്തിയാവണം ഇലാഹ്. അവനാണ് മൂജിദ്, അവനാണ് ഇലാഹ് ആവേണ്ടത്. ഫയകൂനു ഹുവൽ ഖദീമു, അപ്പൊ അവനെന്താവും ഖദീമാകും. ഇതൻ ആ സന്ദർഭത്തിൽ ഖദീമാകും. വഹാദാഹുൽ മത്ലൂബ് ബയാനുഹു, ഇതാണ് നമ്മുടെ മത്ലൂബ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല വുജൂദ് നൽകിയത് മറ്റേതോ ഒരു ദൈവമാണ്. അപ്പൊ ഈ നിരീശ്വരവാദി ചോദിക്കുന്നു, ഈ ദൈവത്തിനെ ഉണ്ടാക്കിയത് വേറെ ദൈവമാണ് എന്ന് നിങ്ങൾ പിന്നെ പറയേണ്ടി വരും. കാരണം ദൈവങ്ങൾ എല്ലാ വസ്തുവിനെ ഉണ്ടാക്കിയ ദൈവമാണ്, ദൈവത്തിനുണ്ടാക്കിയ വേറെ ദൈവമാണെന്ന് പറയേണ്ടി വരും. അപ്പൊ നമ്മൾ ചോദിക്കും, വേറെ ദൈവമാണെന്ന് പറഞ്ഞാൽ ആ ദൈവത്തിനുണ്ടാക്കിയത് നിങ്ങൾ ചോദിക്കൂലേ വേറെ ഏത് ദൈവം അതിനുണ്ടാക്കിയത്? ഇതങ്ങനെ തുടർന്നേ പോവും, അനന്തമായി പോവുക എന്നുള്ളത് മുഹാലാണ്, തസൽസുൽ മുഹാലാണ്. അപ്പോ ഒരു ദാത്ത് അനിവാര്യമാണ്. ആ ദാത്ത് മറ്റൊന്നിന്റെ എന്തല്ല, മാലൂലല്ല, അവൻ ഇല്ലത്താവുക മാത്രമാണ് ചെയ്യുന്നത്. മാലൂലല്ലാത്തായിരിക്കുന്ന ഒരു ദാത്തിലേക്ക് അത് അറ്റമാവൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ തസൽസുൽ എന്ന് പറയുന്ന മുഹാലി ഇവിടെ വരും. അതാ ഔ അയ്യക്കൂന ദാലിക സാബിഖു അദൻ മസ്ബൂഖൻ ബിഅദൻ, അല്ലെങ്കിൽ മുമ്പുള്ള ഇലാഹും അവനിക്കും ഇല്ലാത്തൊരവസ്ഥ മുൻകടന്നിട്ടുണ്ട്, അതുകൊണ്ട് മസ്ബൂഖാണ്. വാന്ന മൗജൂദൻ ഖദ് അസറ ഫിഹി വൗജൂദു, വേറൊരു വസ്തുവാണ് ഈ ഇലാഹിനെ ഉണ്ടാക്കിയതെന്ന് പറയണം. വഹാക്കദ, ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഫയസ്തൽസിമു ദാലിക ഫർള തസൽസുലി, അപ്പോൾ എന്തായിത്തീരും മുഹാല തസൽസുലിനെ പിന്നെ സങ്കല്പിക്കുക എന്നുള്ളത് ഇവിടെ ലാസിമായി തീരും. വഹുവ ബാത്തുൻ ബിൽ ബുർഹാനിൽ ഇൽമി, അത് നമ്മൾ മേൽ പറഞ്ഞ മുഖദ്ദിമെ പറഞ്ഞ തംഹീദ് പറഞ്ഞ ഇൽമിയ ബുർഹാനോട് ബാത്തിലാണ്. അല്ലദീ ഫറഗ്നാ മിൻ അർളിഹി വ ബയാനിഹി, അത് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതാണ്. അപ്പം തസൽസുലിലേക്ക് എത്തുന്നതായ ഒരു പ്രശ്നം ഇവിടെ വരുന്നുണ്ട്, അള്ളാഹുവിനിക്ക് കിദമ് സ്ഥിരപ്പെടുത്താതിരുന്നാൽ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, കിതാബിൽ പറഞ്ഞിട്ടില്ല ദൗറിന്റെ വിഷയം ഞാൻ പറഞ്ഞതാണ്. ദൗറിന്റെ വിഷയം ഇവിടെ വരും, അതും മുഹാലാണ്. ദൗറും തസൽസുലും വരുന്ന ഒരു മുഹാലിലേക്ക് ചേർത്തത് അള്ളാഹു കദീമല്ല എന്നുള്ള വാദമാണ്. അതുകൊണ്ട് ആ വാദവും ശരിയല്ല, അള്ളാഹു കദീമാണ് എന്നുള്ളത് സ്ഥിരപ്പെടുന്നു. ഫലാബുദ്ദ ഇദൻ, അപ്പോൾ അനിവാര്യമാണ് മിൻ അൻ തകൂനൽ മൗജൂദാത്തു കുല്ലുഹാ മുസ്തനിദത്തൻ ഫീ വുജൂദിഹാ ഇലാ ദാത്തിൻ വാജിബത്തുൽ വുജൂദി. അപ്പോൾ എല്ലാ മൗജൂദാത്തുകളും അതിന്റെ വുജൂദിന് ഒരു അസ്തിത്വം അനിവാര്യമായ സത്തയിലേക്ക് അത് അവലംബമാവുക എന്നുള്ളത് അത്യന്താപേക്ഷിതമാണ്, അനിവാര്യമാണ്. വലാ തകൂന ഹാദിഹി ദാത്തു, ഈ ഒരു സത്ത ആവാൻ പാടില്ലതാനും വാജിബത്തുൽ വുജൂദി. അതെ, ഈ വാജിബത്തുൽ വുജൂദ് ആയിരിക്കും ഈ സത്ത ആവാനും പാടില്ല. ഇല്ലാ ഇദാ കാനത്ത് മുഅസ്സിറത്തൻ ഫീ ഗൈരിഹാ ഗൈറ മുതഅസ്സിറത്തൻ ബിസിവാഹ, അതായത് വലാ തകൂനു ഹാദിഹി ദാത്തു വാജിബത്തുൽ വുജൂദി, ഈ ദാത്ത് എപ്പോഴാ വാജിബത്തുൽ വുജൂദ് ആവുക? അതായത് വാജിബത്തുൽ വുജൂദ് ആ ദാത്തിലേക്ക് എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും, പ്രപഞ്ചം മുഴുവനും അതിലേക്ക് അവലംബം ഇസ്തിനാദായിരിക്കണം, അതിനെ അവലംബിച്ചുകൊണ്ടേയിരിക്കണം.
എന്നാൽ ഈ ഒരു സത്ത വാജിബുൽ വുജൂദായത് എപ്പോഴാണ്? ഇല്ലാ ഇദാ കാനത്ത് മുഅസ്സിറത്തൻ ഫി ഗൈരി, അത് മറ്റൊന്നിനെ തയ്സീർ ചെയ്യുന്ന ഇല്ലത്താകുമ്പോഴാണ്. ഇത് തയ്സീർ ചെയ്യുന്ന ഇല്ലത്താകുമ്പോഴാണ് വാജിബത്തുൽ വുജൂദ് ആവുകയുള്ളൂ. ഗൈറ മുതഅസ്സിറത്തൻ ബിസിഫ, ഇതെന്താൻ പാടില്ല, മറ്റ് വസ്തുക്കളെ കൊണ്ട്, അള്ളാഹു അല്ലാത്ത മറ്റ് ദാത്തുകളെ കൊണ്ട്, അള്ളാഹിന്റെ ദാത്തല്ലാത്ത മറ്റുള്ള വസ്തുക്കളെ കൊണ്ടിട്ട് സ്വാധീനിക്കപ്പെടാത്തതും ഇത് മറ്റൊന്നിലൊക്കെ സ്വാധീനിക്കുന്നതുമായ ഒരു കാരണവും ഒരു ഇല്ലത്തുമായിരിക്കണം. വദാലിക യസ്തൽസിമു തകൂന മുത്തസിഫത്തൻ ബിൽ ഖദമി, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അത് ഖിദമു കൊണ്ട് മുത്തസിഫ് ആയേ തീരൂ. അങ്ങനെ നമ്മൾ അഖലിയായ രൂപത്തിൽ അള്ളാഹുവിനിക്ക് എന്തിന് സ്ഥിരപ്പെടുത്തുന്നു? ഖിദമു എന്നുള്ള സിഫത്തിനെ നമ്മൾ സ്ഥിരപ്പെടുത്തുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ബാക്കി തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അസ്തിത്വത്തിനിക്ക് തുടക്കമില്ലേ? തുടക്കമില്ലാത്തതോ? അതിപ്പോ എങ്ങനെ നമുക്ക് തസവൂറാകുക? അള്ളാഹ്ക്ക് തുടക്കല്ലേ? തുടക്കം അനന്തമായ രീതിയിൽ പോവേ. എന്തൊക്കെ എന്ത് ചെയ്യും? ചില വസ്വാസുകൾ വരുന്നുണ്ട്. ആ വസ്വാസിനിക്കുള്ള മറുപടിയാണ് ഇൻഷാ അല്ലാഹ് ശേഷം വരുന്നത്. അതുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.